ട്രോളൊക്കെ ഒരുപാട് ഇറങ്ങുന്നു, അത് നല്ല കാര്യമാണ്. അറ്റാക്കൊക്കെ കൊള്ളാം, നമ്മൾ സജീവമായി നിൽക്കണം. ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ പോവാന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേർക്കും രണ്ട് സ്ഥലങ്ങളാണ്. ഭാര്യ വീട് ഭരിക്കും, എന്നെ നാട് ഭരിക്കുന്നു, ഞാൻ നാട് ഭരിക്കുന്നു. കല്യാണം കഴിച്ചൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അതോ പ്രണയമായിരുന്നു? അത് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ തന്നെ കല്യാണം കഴിക്കാം. കാരണം പിന്നീട് നടക്കാതെ പോയത്. അങ്ങനെയാണോ എല്ലാ കാര്യത്തിലും? കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞില്ല, അപ്പൊ തന്നെ തീരുമാനിക്കുക, അപ്പൊ തന്നെ കാര്യങ്ങൾ നടത്തുക. അതെങ്ങനെ പറ്റും കല്യാണം ഒക്കെ ആവുമ്പം? അതിന് സംസാരിക്കാൻ എന്നെ വിട്ടത് ഡാഡി ആണോ? കല്യാണത്തിന് ആലോചന പോയേ, നീ പോകണ്ട, അവനെ വിട്ടാ മതി, നീ പോയാൽ അത് മുടങ്ങുമെന്ന് പറഞ്ഞു. അല്ല, ഈ ടിനിയെ കുറെ കല്യാണം ആലോചിച്ചിരുന്നോ? ഇല്ല, സാധ്യത കുറവായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ട്രിപ്പ് വന്ന് ഒരു പുറത്ത് ഞാൻ US ഒരു ഷോയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ എയർപോർട്ടിൽ ഇതേ നിപ്പുണ്ട്, വണ്ടിയിൽ കയറി കുറച്ച് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയിൽ കയറി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കല്യാണം തീരുമാനിച്ചു, എത്ര പെട്ടെന്ന് നീ ഒന്ന് പോയി സംസാരിക്കണം, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. എളുപ്പമായില്ലേ കാര്യങ്ങള്? വളരെ എളുപ്പമായി. അത്ര മാത്രമല്ല, ഞാൻ ഇങ്ങനെ ബയോഡേറ്റ വായിച്ചു നോക്കിയപ്പോഴേ 2-3 പ്രണയത്തിലൊക്കെ പെട്ട് മുഖമിടിച്ച് വീണ് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടാണ്. കോമഡിയാണോ അല്ലെങ്കിൽ വീട്ടിൽ ഏറി കയറി നിൽക്കേണ്ടി വരുമോ? അല്ലല്ല, 1-2 ഇതുപോലെ പരാജയപ്പെട്ടിട്ടുള്ളതാണ്. കല്യാണം തീരുമാനിക്കാൻ പോയപ്പോ എന്താന്ന് പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, 1-2 പരാജയപ്പെട്ടതുകൊണ്ട്. അല്ല, ഈ പ്രണയം പരാജയപ്പെട്ട ടിനിയും അങ്ങനെ പരാജയപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആളാണല്ലോ. ഇല്ല, അത് എന്റെ വിജയമായിരുന്നു ആ പരാജയപ്പെട്ടതൊക്കെ. ആണോ? അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയതിന്. പ്രണയം നമ്മുടെ കയ്യിലല്ലല്ലോ, കൈവിട്ടു പോയി. ഇല്ലാത്ത വണ്ടി ചിലപ്പോ ഇടിക്കാം, ചിലപ്പോ ഓടിക്കാം, എന്തുവാം. അപ്പൊ അത് പെട്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞു, വെച്ച് താമസിപ്പിക്കേണ്ട, കാര്യം നടക്കുമെങ്കിൽ മാത്രം വെച്ച്, അല്ലെങ്കിൽ സമയം കളയാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ പെണ്ണിന് അന്ന് 17 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 1 വർഷം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും മാത്രമേ വെയിറ്റിംഗ് ഉണ്ടായുള്ളൂ. ഞാൻ ചിരിച്ചു പോയത് അവിടെയാണ്. ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഇതിനിടയിലുള്ളൂ. എന്താണ്? പ്രായപൂർത്തിയായിട്ടില്ലെന്ന് എന്നാ പറഞ്ഞല്ലേ. ഓക്കെ, ഈയിടെയായിട്ട് ടിനി പാട്ടൊക്കെ പാടി തുടങ്ങിയെന്ന് കേട്ടു. എന്താ അതിന്റെ പ്രശ്നം? അല്ല, ഒരു സിനിമയിൽ ഞാൻ പാടി, മത്തെന്ന് പറയുന്ന സിനിമയില്. അത് വിനീത് ശ്രീനിവാസോ? മത്തളകിയതല്ല, മത്ത് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് റിലീസ് ചെയ്ത് വിനീത് ശ്രീനിവാസനായിരുന്നു. അത് M. ജയന്തൻ സാർ അതിനെ കുറിച്ച് നല്ലൊരു വാക്കുകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അപ്പോ സന്തോഷം തോന്നി. നമുക്കറിയാത്തൊരു സ്കില്ലാണല്ലോ, നമ്മൾ പാടും എന്നുണ്ടെങ്കിലും പിന്നണി ഗാനം മാത്രമല്ല ആ ഏരിയയിലൂടെ ഉള്ളായിരുന്നു ടിനിയുടെ വിനാശം അല്ലേ? അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാൻ പാടുന്നു. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ പണ്ട് പ്രോഗ്രാമിന് ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എത്ര പതിറ്റാണ്ട് ആ കാലം, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പാണ്. പെട്ടെന്ന് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാലമായോ? അല്ലല്ല, ഞങ്ങള് കാണാറുണ്ട്. പിന്നെ ഞങ്ങളിപ്പോ അസോസിയേഷന്റെ കാര്യങ്ങളും അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുക എല്ലാത്തിലും. അപ്പൊ നമ്മുടെ കഥയിലേക്ക്. കഥയൊന്നുമില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ട്രാപ്പ് വെറുതെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക്കൽ ഷോപ്പ് കണ്ടപ്പോ ഇവൻ വണ്ടി ചവിട്ടി. അപ്പൊ ഞാൻ ഷോക്കായി പോയി. കാരണം ഇവിടെ കയറേണ്ട കാര്യമില്ല, അവിടെ ഒരു കാരണവശാലും കയറേണ്ട ആവശ്യമില്ല. തിരിച്ചു വരുമ്പോ ഒരു ഗിറ്റാറുമായിട്ട് വരുന്നു, ഈ ബോബന് മോളിൽ അപ്പി വരുന്ന പോലെ. അത് വന്നപ്പോഴത്തേക്കിന് എനിക്ക് വീണ്ടും അത്ഭുതമായി പോയി. അന്നേരം അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ? ചുരുക്കം പറഞ്ഞ അന്ന് രാത്രി എനിക്ക് ചെവതിലെ കേൾക്കത്തില്ലായിരുന്നു, റാപ്പോട് റാപ്പ്. കാരണം അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു സ്കില്ല് പുള്ളി പാടും. അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്കിൾമാരല്ലേ, മറ്റേ ബേണി ഇഗ്നേഷ്യസ്, അവരൊക്കെ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അനിയന്മാരാണ്. അപ്പൊ അത്രയും ബന്ധമൊക്കെ ഉണ്ട് മ്യൂസിക്കലുമായിട്ട്, സംഗീത കുടുംബം. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ. പിന്നെ ഫ്രണ്ട് ആണ് ബിജു നാരായണൻ, ഒന്നിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കണക്ഷൻസ് ഉണ്ട് സംഗീതമൊക്കെ ആയിട്ട്. പിന്നെ പ്രോഗ്രാം എടുത്തു തുടങ്ങി. ഈ മത്തില് പാട്ട് 2 ലൈൻ മൂളിയാലോ? അതൊരു മോളെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. എന്ന് പറഞ്ഞ വൈകാരിക ഉന്നമനത്തിലേക്ക് പോയില്ല, മോളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അത്രേ ഉള്ളൂ. എന്റെ കുഞ്ഞല്ലേ നീ ഈ അച്ഛന്റെ പൊന്നല്ലേ, പൊന്നുമോളല്ലേ നീ എന്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛന്റെ നെഞ്ചിൽ തീയല്ലേ. ഇപ്പം പാടാൻ തുടങ്ങി എന്റെ നെഞ്ചിലാ തീ കയറിയത്. ശരിക്കും ഞാൻ വിചാരിച്ചു മൊത്തം ട്രാജഡിയിലേക്ക് ട്രാക്ക് മാത്രല്ല, ഇത് വികാരഭരിതനായ മനുഷ്യനാ, എന്ത് സംഭവിക്കാം. അല്ല, ഇത് പാടിയിട്ട് ഇതിന്റെ അടിയിൽ നല്ല കമന്റുകൾ വന്നു. ഒരുപാട് പേര് നല്ല ഇമോഷണൽ ആണ്, പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരു സന്തോഷമുണ്ട് പുള്ളിക്ക്. അല്ല, വിജ്ഞാനപ്രദമായിരുന്നു.